വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ആരംഭിക്കലാംഗ്ലാ. ഫ്ലാഷ് ബാക്ക്. അനീഷ് ജയിക്കണം എന്നുള്ള എന്റെ വാശിയാണ്. ഒരുപാട് അങ്ങോട്ട് കൊച്ചാക്കല്ലേ. ഈ അഖിൽമാരാർ സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് ജയിക്കുമോ, തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ജയിക്കുമോ, നമുക്ക് ഇനി ഒന്ന് കാണാം. കൗതുക ലേശം കൂടുതലാണ്. എന്താ ചെയ്യാ മുതലി ആവേശം ഒന്നിനൊരു പരിഹാരമല്ല. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. അനുമോളെ വിജയിപ്പിച്ച തൊപ്പിക്ക് ഹൃദയത്തിൽ നിന്നും 1000 സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ ഫിനിഷ്. ഒരു പക്ഷേ അനീഷ് ജയിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തെ തൊപ്പി അനുമോൾക്ക് അനുകൂലമായി കൊടുത്തതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. തൊപ്പിയുടെ ഓഡിയൻസിനെ ഒരു അടിമകളെ പോലെ ആയിരിക്കും കാണുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവൻ വന്നിട്ട് നീയാണല്ലോ കോടതി ഈ വാശിയോട് കൂടിയിട്ടൊക്കെ പറയുന്നത് ഇന്ന ആളെ ജയിപ്പിക്കും, അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന അനീഷിനെ തോപ്പിച്ച് എന്റെ അഭിമാനം സംരക്ഷിച്ച തൊപ്പിക്ക് ഞാൻ സ്നേഹം അറിയിക്കുകയാണ്. ഞാൻ എന്റെ ലൈഫിൽ നിന്റെ എന്നല്ല, ഞാൻ ഇത്തരം കോമാളി പരിപാടികൾ കണ്ടുകൊണ്ടിരുന്ന സമയം കളയുന്ന ഒരാളെന്നാണോ നീ വിചാരിക്കുന്നത്? കുറെ 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുറെ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ വഴിതെറ്റി പോകാമെന്ന് മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ഉള്ളതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുള്ളതായിട്ട് ഞാൻ കാണുന്നതുമില്ല. അതുപോലെ തൊപ്പിയുടെ ഇന്റർവ്യൂ വന്നിട്ട് പറയുന്നത് അനുമോൾക്ക് വേണ്ടി PR എടുക്കുന്നത് അച്ഛനും അമ്മയാണ്. പിന്നെ അനുമോൾക്ക് വേണ്ടി PR എടുക്കേണ്ടത് മറ്റുള്ള ആൾക്കാർ തന്നെയുള്ളതാണ്. കേരള ജനതയ്ക്കും ഇവർ ആരാന്ന് പോലും അറിയില്ല. ഇവർ വേറൊരു യൂണിവേഴ്സിൽ വേറെ ഏതോ ഒക്കെ രീതിയിൽ ഇവർ ജീവിക്കുകയാണ്. അവന്റെ ലൈവിലേക്ക് വരുന്ന 10,000, 20,000, 15,000 പേരെ കണ്ടിട്ട് ഇതാണ് ഈ ലോകം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഈ ലോകത്തെ ഞാനെടുത്തങ്ങ് മരമറിച്ചേക്കാം എന്ന് കരുതുന്ന വിഡ്ഢിത്തരങ്ങളൊക്കെ മാറ്റിവെക്കുക. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു.